ഹായ് എവരിവൺ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മിയുടെ CMA US ജേണി നമ്മളോട് ഷെയർ ചെയ്യാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. വെൽക്കം ശ്രീലക്ഷ്മി. താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ CMA US കോഴ്സ് എങ്ങനെയാണ് സെലക്ട് ആയത്? ഡിഗ്രി കംപ്ലീറ്റഡ് അല്ലേ? അതെ, സോ പറഞ്ഞോളൂ, എങ്ങനെയാണ് CMA USലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എല്ലാവരും ബികോം എടുക്കുന്നുണ്ട്. എന്റെ ചുറ്റുമുള്ളവരെല്ലാവരും ബികോം ആണ്. പക്ഷെ എന്തെങ്കിലും ഒന്ന് ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അതും ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്തെങ്കിലും ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ സി എം എ പറ്റിയിട്ട് അന്വേഷിച്ചില്ല, എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഞാൻ CMA കണ്ടുപിടിച്ചു. ആൻഡ് CMA കണ്ടപ്പോ എനിക്ക് വളരെ ക്യാച്ച് ആയിട്ട് ഫീൽ ചെയ്തത് ഷോർട്ട് സ്പാൻ ഓഫ് ടൈമില് ഒരു പ്രൊഫഷണൽ കോഴ്സ് അച്ചീവ് ചെയ്യുക. അപ്പൊ എനിക്കത് ഭയങ്കര ഓക്കെ, എന്നാ പിന്നെ ഇത് തന്നെ എടുത്തു കളയാന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ വൺസ് എനിക്ക് അതിലേക്ക് വന്നപ്പോഴാണ് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അല്ല, കുറച്ചും കൂടി സമയമൊക്കെ എടുക്കണം എന്ന് എനിക്ക് മനസ്സിലായത്. ബട്ട് യെസ്, ഇതായിരുന്നു റീസൺ. ഈ ഒരു ടൈം കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് CMA എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കുറെ റിസർച്ച് ഒക്കെ നടത്തി, എങ്കിൽ പിന്നെ CMA തന്നെ എടുത്ത് കളയാം എന്ന് കരുതി പറഞ്ഞ. ഓക്കെ, അപ്പോ അത് പഠിച്ചത് എവിടെയായിരുന്നു? ഞാൻ ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏത് ബ്രാഞ്ചിലായിരുന്നു? കൊച്ചി. കൊച്ചി ബ്രാഞ്ചിലായിരുന്നു. ഓക്കെ. ഞാൻ ചോദിച്ചത് എങ്ങനെ അറിഞ്ഞു, കോഴ്സിനെ പറ്റി അറിഞ്ഞത് എങ്ങനെയാ? അഡ്വർടൈസ്മെന്റിലൂടെയാണോ അതോ ഓറിയന്റേഷൻ സെഷൻസിലൂടെയാണോ? ഇല്ല, എനിക്ക് അഡ്വർടൈസ്മെന്റ് ഓറിയന്റേഷൻ സെക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഡയറക്ട്ലി ലോജിക്കിലേക്ക് വിളിച്ചു. സ്വന്തമായിട്ട് സെർച്ച് ചെയ്ത് അതെ, കണ്ടുപിടിച്ചു. സ്വന്തമായിട്ട് ഞാൻ സെർച്ച് ചെയ്ത് വിളിച്ചതാണ്. ഓക്കെ. അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടാണല്ലോ CMAക്ക് വന്നത്. അപ്പം ഡിഗ്രിക്ക് ഉള്ള ഒരു പഠന രീതിയും CMAക്ക് പോകുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ എന്തായിരുന്നു? ഇപ്പൊ പറഞ്ഞു 2 പരീക്ഷയേ ഉള്ളൂ, 1 ഇയർ കൊണ്ട് തീരും എന്നൊക്കെ ഉള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് പോയത്. പക്ഷെ അതെ, അതെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിലൊരു റിയൽ ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ അതെ. അന്ന് ഉണ്ടായിരുന്നൊരു ഫീൽ എന്തായിരുന്നു? ഡിഗ്രിക്ക് സത്യം പറഞ്ഞ ഞാൻ കൊറോണ ബാച്ചാണ്. അപ്പോ കൊറോണ കഴിഞ്ഞ് എനിക്ക് ഒരു 1 ഇയർ മാത്രമേ എനിക്ക് ക്ലാസ്സിലേക്ക് ഓഫ്ലൈൻ ആയിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതും ഞാൻ പോവായിരുന്നില്ല. പിന്നെ എന്റെ ഒരു പഠന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഗപ്പ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ കാര്യവും മഗപ്പ് ചെയ്യും, അതേപോലെ എഴുതും. അങ്ങനെയാണ് ഞാൻ കുറേ ഇയേഴ്സ് ആയിട്ട് അത് മാത്രം ഫോളോ ചെയ്തു വന്ന ഒരാളാണ്. പക്ഷെ CMAയിൽ വന്നപ്പോ എൻറ്റയർലി ഡിഫറെന്റ്. മഗപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് ദ തിങ് വാസ്, ബികോമിൽ ഞാൻ മഗപ്പ് ലൈക് ലേറ്റ് നൈറ്റ്സിൽ, ലൈക് തലേ ദിവസമായിരിക്കും, എക്സാമിന്റെ തലേ ദിവസമാണ് ഞാൻ എന്തെങ്കിലും പഠിക്കുക ഡിഗ്രിക്ക്. അതും വല്ല PDF കിട്ടി കഴിഞ്ഞാൽ ആ PDF റെഫർ ചെയ്യും, കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കും, നേരെ പോയി എക്സാം എഴുതും. പക്ഷെ CMAയില് അങ്ങനെ ഒരു കാര്യം നടക്കൂല എന്ന് മനസ്സിലായി. ആൻഡ് ദ തിങ് വാസ് ഫുള്ളി കോൺസെപ്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണ്. കോൺസെപ്റ്റ് പഠിക്കുക, അത് അപ്ലൈ ചെയ്യുക. സോ അതാണ് എനിക്ക് വലിയൊരു ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തത്. ആൻഡ് ഓൾസോ ഡിഗ്രി വൈസ് നോക്കുകയാണെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഒരുപാട് ആവശ്യം വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ബട്ട് CMA കുറച്ചും കൂടി നമ്മുടെ ആവശ്യമാണ്. ആ ഒരു എബിലിറ്റി കൂട്ടുന്നത് പോലെ ഹെൽപ്ഫുൾ ആണ് തോന്നിയത്. ഓക്കെ, സോ അപ്പൊ യാ, ഞാൻ ഒറ്റ വാക്കിൽ ചോദിക്കുകയാണെങ്കിൽ CMA യൂസ് ടഫ് ആണോ ഈസി ആണോ എന്ന് വെച്ചാൽ എന്ത് പറയും? ഒരു ബാലികേറ മലയല്ല, ബട്ട് സ്റ്റിൽ ടഫ് ആണ്. പോസിബിൾ കുറച്ച് ആണ്. പോസിബിൾ ആണ്, of course. ഒബിയസ്ലി പോസിബിൾ. ഒത്തിരി കുട്ടികൾ പാസ് ആവുന്നുണ്ട്. അതെ, അപ്പൊ എക്സാമിന് ഫസ്റ്റ് എക്സാം ഏതാ എഴുതിയത്? പാർട്ട് 1 ആണോ പാർട്ട് 2 ആണോ ആദ്യം എഴുതി? പാർട്ട് 1. പാർട്ട് 1. യൂഷ്വലി എല്ലാവരും പാർട്ട് 2 ആണ് ഫസ്റ്റ് പ്രിഫർ ചെയ്യാറുള്ളത്, ക്വാണ്ടിറ്റി വൈസ്. അതെ, ഞാൻ എഴുതി പാർട്ട് കഴിഞ്ഞപ്പോ 1 അങ്ങനെ തോന്നിയോ? ഇല്ല, എന്റെ ഡിസിഷൻ നന്നായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എല്ലാവരും ഇതുപോലെ പറഞ്ഞു പാർട്ട് 2 ആണ് എളുപ്പം, പാർട്ട് 2 പഠിക്കും. പക്ഷെ ഞാൻ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 സിംഗിൾ വിൻഡോയില് എഴുതിയ ആളാണ്. അതും May 8th പാർട്ട് 1 എഴുതി, June 30th പാർട്ട് 2 എഴുതി. ഓ, ഇങ്ങനെയായിരുന്നു എന്റെ എക്സാം. സിംഗിൾ വിൻഡോയിൽ തന്നെ ക്ലിയർ ചെയ്തു. അതെ, ഒറ്റ ഇതിൽ തന്നെ ക്ലിയർ ചെയ്തു. അത് അപ്പോ വളരെ എക്സെപ്ഷണൽ ആയിട്ട് മാത്രം നടക്കുന്ന കാര്യമാണ്. കാരണം എനിക്കൊന്നും 1000 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നൊരു 110 ആൾക്കാർ അങ്ങനെ ചെയ്യാറുള്ളൂ. അതെ, ഞാൻ പറഞ്ഞ പോലെ എന്റെ ഒരു ഫുൾ ഫോക്കസ് ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ എങ്ങനെ ഇത് അച്ചീവ് ചെയ്യാന്നുള്ളതായിരുന്നു. അതേപോലെ സിലബസ് മാറ്റം വരുന്നുണ്ടായിരുന്നു. ഞാൻ സിലബസ് മാറണതിന് മുമ്പുള്ള ബാച്ചാണ്. അപ്പോ സിലബസ് മാറിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലോ എന്നുള്ളൊരു പേടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോ ഓക്കെ, ഒറ്റ ഷോട്ടിൽ ഇത് അങ്ങോട്ട് തീർക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോ അതാണ് ഞാൻ പറയണത്, CMA അത്ര ടഫ് ആണോ ചോദിച്ചാൽ ഒരു പാർട്ട് 3-4 മാസം പഠിച്ചെഴുതുന്ന ആൾക്കാരുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാനും എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങള് സിംഗിൾ വിൻഡോയില് 2 പാർട്സും എഴുതിയ ആൾക്കാരാണ്. ഞങ്ങളൊരു 4-5 പേര് പാസ്സാവും ചെയ്തു. അപ്പോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ എഫേർട്ട്. യെസ്, കറക്റ്റ് ആണ്. അപ്പം അത് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ ദോ ശ്രീലക്ഷ്മി ചെയ്തിട്ടുണ്ട്, ശ്രീലക്ഷ്മിയുടെ ഫ്രണ്ട്സ് പാസ്സായാലും they did a very good job.
ബട്ട് ഇപ്പൊ ഈ രണ്ടും കൂടെ പഠിക്കുമ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടെ പ്രഷർ കൂടുതലാണ്. കാരണം സിംഗിൾ ആയിട്ട് പഠിക്കുന്നവർക്ക് തന്നെ നല്ല ടെൻഷൻ ഉണ്ടാവാറുണ്ട്. സോ ഹൗ വാസ് ദ പ്രഷർ? ഈ എക്സാമിനെ സംബന്ധിച്ച്, സിമെന്റ് എക്സാമിനെ സംബന്ധിച്ച് കോസ്റ്റ് ഒരു വലിയ ഫാക്ടർ ആണല്ലോ. ഒരു എക്സാമിന് നമ്മളൊരു നല്ലൊരു എമൗണ്ട് പേ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു പ്രഷർ നമുക്കുണ്ട്. ഇപ്പം CA ഇന്ത്യൻ കോഴ്സസ് ആണെങ്കിൽ യെസ് പേടി ഉണ്ടാവും, പക്ഷെ ഫെയിൽ ആയാലും ഫൈനാൻഷ്യലി അതൊരു ബർഡൻ ആവത്തില്ല. ഇവിടെ ഒരു പാർട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന അറൌണ്ട് 30,000 അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോ ആ ഒരു പ്രഷറോടെ ഉണ്ട്. പ്ലസ് നമ്മൾ ഇടുന്ന എഫർട്ട് വെറുതെ ആവരുത് എന്നുള്ളൊരു പ്രഷർ ഉണ്ട്. സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു? ഇപ്പൊ രണ്ട് പാർട്ട് പഠിക്കുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഇപ്പൊ ഒരെണ്ണം ആയിരുന്നെങ്കിൽ വേറെ രീതിയിൽ പോയാണ്. രണ്ടും കൂടെ ആകുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും? ഞാൻ ആദ്യം പാർട്ട് 1 ആണ് എഴുതിയത്. എനിക്ക് കിട്ടിയ ഒരു ടൈം എന്റെ ഫെബ്രുവരിയിലാണ് എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണത്. മാർച്ച് ഏപ്രിൽ ഈ 2 മന്ത്സിലാണ് ഞാൻ പാർട്ട് 1 പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ആ ലിമിറ്റഡ് ടൈമില് ഇത് എങ്ങനെ തീർക്കാന്ന് മാത്രമായിരുന്നു പിന്നീടുള്ള എന്റെ റിസർച്ച് മൊത്തം. സോ ഞാൻ ഫസ്റ്റ് ചെയ്തത് എനിക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള പോർഷൻ ഞാൻ ആദ്യം പഠിച്ചു. കുറച്ചും കൂടി കുഴപ്പമില്ല, സിമ്പിൾ ആണെന്നുള്ളത് ലാസ്റ്റ് വെച്ചു. കാരണം എങ്ങാനും ലാസ്റ്റ് ഞാൻ പഠിച്ചെത്തിയില്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ല, റെഫർ ചെയ്ത് പോവാം എന്നുള്ളൊരു മൈൻഡിലാണ് ടഫ് ആദ്യം എടുത്ത് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ലാസ്റ്റ് വെച്ച. പിന്നെ ഞാൻ ചെയ്തത് ആദ്യം ഞാൻ എന്റെ എല്ലാ നോട്ട്സും പഠിക്കുമായിരുന്നു. എനിക്ക് എന്റെ ടീച്ചേഴ്സ് തന്ന നോട്ട്സ് എല്ലാം റെഫർ ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ സെക്ഷൻ A ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ Aയുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കും. ഈ 2 കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകൂ. അപ്പൊ തന്നെ എന്റെ കോൺസെപ്റ്റ് ക്ലാരിഫിക്കേഷൻ അവിടെ ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ഇതായിരുന്നു എന്റെ പ്ലാൻ, പ്രിപ്പറേഷൻ ഇങ്ങനെയായിരുന്നു. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സോഫ്റ്റ്വെയർ ഏതായിരുന്നു ചെയ്തിരുന്നത്? ഹോക്കാണോ? ഞാൻ ഹോക്കായിരുന്നു യൂസ് ചെയ്തത്. വേറെ ഏതെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓൾസോ കുറച്ചൊക്കെ വൈലിൻ ഗ്ലിമും കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്തു. അപ്പം മെയിൻലി ഹോക്കായിരുന്നു യൂസ് ചെയ്തിരുന്നത് അല്ലേ? മെയിൻലി ഹോക്ക. അപ്പം ഒരു 2 months ആണ് പാർട്ട് 1 എടുത്തത്. അപ്പം ബാക്കി ആ എക്സാം എഴുതി കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ഫ്രെയിം ആണോ പാർട്ട് 2 വേണ്ടി സ്പെൻഡ് ചെയ്തത്? അതെ, ഒരു 50 ഡേയ്സ് ഉണ്ട്. അതിൽ 48 ഡേയ്സ് അത്ര എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതില് പിന്നെ പ്രഷർ സർ ഫസ്റ്റ് എക്സാം കഴിയുമ്പോ നമുക്ക് ഈ എക്സാം എന്താണ് എന്നുള്ളത് മനസ്സിലാവില്ല. അതുവരെ പാർട്ട് 1 എഴുതാൻ മുമ്പ് എക്സാം എന്താണ് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പാർട്ട് 1 എഴുതി കഴിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെയാണ് എക്സാം എന്ന് എനിക്ക് മനസ്സിലായപ്പോ കുറച്ചും കൂടെ ഒരു ഫിയർ കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പാർട്ട് 2 ഇത് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള ഒരു സംശയം. സോ പാർട്ട് 2 ഒരു കാര്യം ചെയ്യാനുള്ളത്, ഇപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്തിട്ട് പോകുമ്പോൾ സോഫ്റ്റ്വെയറിലുള്ള ചോദ്യം അതുപോലെ തന്നെ വരുമോന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ എഴുതാനിരിക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പൊ ജനുവരി ഫെബ്രുവരി വിൻഡോ എക്സാം നടക്കാൻ പോവാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ സോഫ്റ്റ്വെയർ പഠിക്കുമ്പോൾ എപ്പോഴുള്ള ചോദ്യമാണ്, ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചോദിക്കുമോ? എന്താ ഒരു പേഴ്സണൽ അഭിപ്രായം? അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നില്ല, പക്ഷെ എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് കറക്റ്റ് സെയിം മോഡലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെയിം മോഡൽ ഹോക്കില് സെയിം മോഡലിന് എക്സാക്ട് മോഡൽ. അത് കണ്ടപ്പോൾ കുറച്ച് സന്തോഷം ഉണ്ടായിരുന്നു. നമ്മൾ ആ പഠിച്ച് ട്രെയിൻ ചെയ്തതിന് കോണ്ടെക്സ്റ്റ് മാത്രം ചെറുതായിട്ട് മാറ്റും. ചിലപ്പോൾ സെനാരിയോ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യും. അത്ര ചേഞ്ച് ഉണ്ടാവുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ ആയിരിക്കില്ല, ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്. പേഴ്സണലി എക്സാം എഴുതിയ സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് തോന്നിയത് ഏത് ടോപ്പിക്കിനായിരുന്നു? പാർട്ട് 1 കേസിലാണെങ്കിൽ പാർട്ട് 1 എനിക്ക് ഏറ്റവും കൂടുതൽ വന്നത് സെക്ഷൻ D വന്നു. കോസ്റ്റിംഗ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. ദെൻ സെക്ഷൻ E വന്നു, ഇന്റേണൽ കൺട്രോൾസ്. ആ തിയറി പോർഷൻസ് ആണ് എനിക്ക് കുറച്ചുകൂടി ടഫ് ആയിട്ട് തോന്നിയത്. എക്സാം അറ്റൻഡ് ചെയ്ത സമയത്ത് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പം ആക്ച്വലി 3 hours ആണ് നമുക്ക് MCQ അറ്റൻഡ് ചെയ്യാനുള്ളത്. കംപ്ലീറ്റ് 3 hours എടുത്തോ അതോ അതിലെന്തെങ്കിലും സേവ് ചെയ്തിട്ട് എസ്സേയിലേക്ക് ആഡ് ചെയ്തോ? എനിക്ക് 1 മിനിറ്റ് പോലും സേവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്റെ 2 ക്വസ്റ്റ്യൻസിലും എനിക്ക് ഏറ്റവും കൂടുതൽ മോർ ദാൻ 50% എനിക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് 1 മിനിറ്റ് കിട്ടിയാൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ എന്നുള്ള പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് ഞാൻ പരീക്ഷ എഴുതിയത്. അത്രയ്ക്ക് എനിക്ക് ടൈം ഭയങ്കര പ്രഷറായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം എഴുതി വന്നപ്പോ എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോ അവർക്ക് ടൈം ഉള്ളതിന്റെ കുഴപ്പമായിരുന്നു. അത് കഴിഞ്ഞപ്പോ എസ്സേ എഴുതാൻ വേണ്ടി അവർ ആ ടൈം യൂസ് ചെയ്തു. എനിക്ക് പക്ഷെ 1 മിനിറ്റ് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഫസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോ മനസ്സിലായി ടൈം മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്. ചില ക്വസ്റ്റ്യൻസ് കിട്ടാതാവുമ്പോൾ ഞാൻ കുറെ സമയം ആ ക്വസ്റ്റ്യനിൽ തന്നെ ഇരിക്കുമായിരുന്നു. അത് ബാക്കിയുള്ള ക്വസ്റ്റ്യന്റെ ഇതിനെ ബാധിച്ചു. അതെ. സോ അത് ഞാൻ സെക്കൻഡില് ഇംപ്രൂവ് ചെയ്തു. ടൈം മാനേജ്മെന്റ് കുറച്ചും കൂടി കിട്ടിയില്ലെങ്കിൽ ഞാൻ അത് അപ്പോ അവിടെ ഫ്ലാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്ലാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ.
സമയം ഉണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ട് ഫ്ലാഗ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഉത്തരം ക്ലിക്ക് ചെയ്തിട്ട് പോകണം. അതെ മൈനസ് മാർക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് ജസ്റ്റ് 25% പ്രോബിലിറ്റി ഉണ്ടല്ലോ ശരിയാവാൻ. അതെ. ഓക്കെ. അപ്പം എസ് എ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു? അതിനു മുമ്പ് ടൈപ്പ് ചെയ്ത് ഇപ്പൊ കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനകത്തൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ മൊബൈലിൽ ടൈപ്പ് ചെയ്യാൻ നമുക്ക് നല്ല സ്പീഡായിരിക്കും, പക്ഷെ ഒരു കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്തും ഒരു ഡിഫിക്കൽട്ടി വരും. ബട്ടൺസ് എവിടെയാണ്, ബാക്ക് സ്പേസ് എവിടെയാണ്, അത് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടാണോ പോയത്? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ MCQ മാത്രം പ്രാക്ടീസ് ചെയ്താൽ പോരാ, എസ്സേയുടെ ടൈപ്പിംഗ് സ്പീഡ് കൂട്ടണം എന്നുള്ളത്. അപ്പൊ ഞാൻ ലാസ്റ്റ് ആയപ്പോലെ എക്സാം എഴുതുന്നതിന് മുമ്പും കുറച്ചൊക്കെ ഞാൻ ചെയ്യാമായിരുന്നു, ബട്ട് ലാസ്റ്റ് ആയപ്പോൾ കുറച്ചും കൂടി എസ്സേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞാൻ ലാപ്പിൽ തന്നെ ടൈപ്പ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയി. ഓക്കെ. അപ്പം നമ്മുടെ ഈ ഒരു എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നൊരു സമയമുണ്ടല്ലോ, വിൻഡോ ഓപ്പൺ ആയി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ എസ് എ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ഫീൽ എന്താണ്? കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ, അതോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ, അത് കിട്ടാൻ സാധ്യത പോകുന്നു? ടു ബി ഓണസ്റ്റ്, ഫസ്റ്റ് പാർട്ടിന്റെ എക്സാം ഞാൻ എഴുതിയപ്പോ എനിക്ക് ഇറങ്ങി വന്നപ്പോ എസ്സേ വിൻഡോ ഓപ്പൺ ആയതിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ കിട്ടും എന്ന് ഞാൻ പാർട്ട് 1 പ്രതീക്ഷിച്ചതേ ഇല്ല. കാരണം എനിക്ക് അത്ര ടഫായിരുന്നു പാർട്ട് 1ന്റെ MCQs. പാർട്ട് 1ന്റെ എസ്സേ എനിക്ക് വളരെ സിമ്പിൾ ആയിരുന്നു, MCQ വളരെ ടഫായിരുന്നു. പാർട്ട് 2ന്റെ കാര്യം വരികയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. MCQs അത്യാവശ്യം ടഫായിരുന്നു, ബട്ട് എസ്സേ വാസ് റിയലി സിമ്പിൾ. അപ്പൊ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡന്റ് ഉണ്ടായിരുന്നു ഇത് കിട്ടും എന്നുള്ളത്. എസ് എ പറഞ്ഞതുപോലെ 11 ക്വസ്റ്റ്യൻസ് 12 ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ലേ? അപ്പൊ അത് ഓരോന്നിനും വെയിറ്റേജ് ഉണ്ട്, ഓരോ ക്വസ്റ്റ്യൻസിനും വെയിറ്റേജ് ഉണ്ട്. അപ്പം ഈ ഒരു തിയറി ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഏകദേശം എത്രത്തോളം ആൻസർ ചെയ്തിട്ടുണ്ടോ? ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ, അതോ 2-3 പോയിന്റ്സിലാണോ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത്? എനിക്ക് ടൈം വളരെ കുറവായിരുന്നു. എസ്സേയുടെ കാര്യത്തിലാണെങ്കിലും 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ കൂടുതലും പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2-3 പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പൊ ടൈം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഒരുപാട് വലിച്ചു വാരി എഴുതി സമയം കളഞ്ഞിട്ടേ ഇല്ല. സ്ട്രേറ്റ് ടു ദ പോയിന്റ് ആയിരുന്നു ആൻസേഴ്സ്. ആൻസർ ടു ദ പോയിന്റ്. റിസൾട്ട് വന്നപ്പോ ഉണ്ടായിരുന്ന ഫീൽ, ഫസ്റ്റ് റിസൾട്ട് വന്നു, ഫസ്റ്റ് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വന്നപ്പോ മൊമെന്റ് ഉണ്ടല്ലോ. അതെ, വളരെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ആൻഡ് എനിക്ക് ഞാൻ പറഞ്ഞു പാർട്ട് 1 എനിക്ക് പാർട്ട് 1 തന്നെയായിരുന്നു റിസൾട്ട് ആദ്യം വന്നത്. ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ബട്ട് പാസ്സായപ്പോ ഐ വാസ് റിയലി ഹാപ്പി. അപ്പം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അതിനുശേഷം പിന്നീട് ഇപ്പൊ ജോബ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ കിട്ടിയതാണോ, അതോ വേറെ? അല്ല, മൾട്ടിപ്പിൾ ടൈംസ് അറ്റൻഡ് ചെയ്തു. അപ്പൊ വർക്ക് ചെയ്യുന്ന കമ്പനി ഏതാന്ന് പറയുന്നതിൽ കുഴപ്പമുണ്ടോ? ഇല്ല, ഇറ്റ്സ് എ കനേഡിയൻ ഫേം, ടാക്സ് കൺസൾട്ടിംഗ് ഫേം ആണ്, ടൊറന്റോ ടാക്സ് ബുട്ടീക്ക്. നൈറ്റ് സെഷൻസ് ആണല്ലേ, ഷിഫ്റ്റ്? അതെ, നൈറ്റ് ഷിഫ്റ്റ്. വർക്ക് ലൈഫ് എങ്ങനെയുണ്ട്? വർക്ക് ലൈഫ് ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റും കൂടെ ആയതുകൊണ്ട് സമയം ഇല്ല. രാവിലെ ഉറങ്ങുക, രാത്രി ജോലി ചെയ്യുക, വർക്ക് ചെയ്യാന്നുള്ളതാണ്. എന്നാലും ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പം ഓക്കെ. അപ്പൊ ഇന്റർവ്യൂസിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇന്റർവ്യൂസിൽ പൊതുവെ ഇന്റർവ്യൂസ് ഏറ്റവും കൂടുതൽ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂയുടെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പൊ പ്രിപ്പറേഷന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവരോട് ഞാൻ ചോദിക്കുകയും ചെയ്തു. അവര് ചോദിച്ചതിനുള്ള വൃത്തിയായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് കൊടുക്കാനും പറ്റില്ല. അപ്പൊ ഫസ്റ്റ് ഇന്റർവ്യൂ എനിക്ക് മനസ്സിലായി ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ ആ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ വരുത്തിയെന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. സോ ഞാൻ അത് നോട്ട് ഡൗൺ ചെയ്തു വെച്ചു. സെക്കൻഡ് ടൈം എനിക്ക് വേറൊരു കമ്പനിയിൽ ഇതുപോലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്ത മിസ്റ്റേക്സ് ഒന്നും ചെയ്തില്ല, പുതിയ മിസ്റ്റേക്സ് ആയിരുന്നു ചെയ്തത്. അപ്പോ തേർഡ് ഇന്റർവ്യൂ ആയപ്പോ എനിക്ക് ഞാൻ ഐ മേഡ് ഷുവർ ദാറ്റ് എന്റെ പെർഫോമൻസ് കൊണ്ട് ഈ ജോബ് എനിക്ക് മിസ്സാകരുത് എന്ന് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. അപ്പൊ ഈ ആദ്യത്തെ എല്ലാ മിസ്റ്റേക്സും ഞാൻ എല്ലാ മിസ്റ്റേക്സും നോട്ട് ഡൗൺ ചെയ്ത് വെക്കായിരുന്നു ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും. സോ അതിൽ ഞാൻ കുറച്ചും കൂടെ വർക്ക് ചെയ്തു. ആൻഡ് തേർഡ് ഇന്റർവ്യൂല് അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തു. മെയിൻലി എനിക്ക് വന്നത് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്. ഓഫ് കോഴ്സ് ഒരുപാട് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2 റൗണ്ട് ആയിരുന്നു. ടെക്നിക്കൽ റൗണ്ടിൽ ഫുള്ളി ടെക്നിക്കൽ, ദെൻ സെക്കൻഡ് റൗണ്ടിൽ ഫുള്ളി ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസിന്റെ ആൻസറിങ് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. ടെക്നിക്കൽ റൗണ്ട് പോലെയല്ല. ടെക്നിക്കലി നമുക്ക് CMA പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കണം. അപ്പൊ കുറച്ചൊക്കെ നമുക്ക് ഓർത്തെടുത്ത് പറയാം. ബിഹേവിയറൽ ഒരിക്കലും അങ്ങനെയല്ല. പിന്നെ ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂസിലൊക്കെ ചെയ്തിരുന്ന മിസ്റ്റേക്ക്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് ഉത്തരം പറയും. അതിനെ പറ്റിയിട്ട് ഒരു കുറച്ച് മൊമെന്റിൽ ഒന്നും തിങ്ക് ചെയ്യില്ലായിരുന്നു. പെട്ടെന്ന് എന്ത് പറയുന്നു അത് ചിലപ്പോൾ മണ്ടത്തരായി പോകും. അപ്പോ ഞാൻ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസിന്റെ റൗണ്ട് വന്നപ്പോ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചതും
ഞാൻ അവരോട് പറയായിരുന്നു പ്ലീസ് ഗിവ് മി എ മൊമെന്റ്, എനിക്ക് അത് ചിന്തിക്കണം എന്ന് പറയും. എന്നിട്ട് ഞാൻ കുറച്ച് സമയം എടുത്ത് അതിന്റെ ആൻസേഴ്സ് നന്നായിട്ട് ചിന്തിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. സോ ആ തേർഡ് ഇന്റർവ്യൂ എനിക്ക് കിട്ടി. ഓക്കെ, ഇന്റർവ്യൂവിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് ഈ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ. അതിൽ ഇപ്പൊ ഇംഗ്ലീഷ് ഇന്റർവ്യൂസ് ഒക്കെ ഇംഗ്ലീഷിലായിരുന്നില്ലേ? ഇംഗ്ലീഷിലാണ്. അതിലായിരുന്നു. അപ്പൊ അത് ഓൾറെഡി ഇംഗ്ലീഷ് അത്യാവശ്യം ഫ്ലുവൻസി ഉള്ള ആളാണോ അതോ ഇംഗ്ലീഷ് എനിക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇല്ല അത്യാവശ്യം നന്നായിട്ട് ഡീൽ ചെയ്തു? അതെ. പക്ഷെ ഇപ്പൊ ഇംഗ്ലീഷ് ഒരു വർക്ക് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. കമ്പനിയിലാണെങ്കിൽ അതെ ഇംഗ്ലീഷ് ഇപ്പോ എന്റെ കുറച്ച് ഫ്രണ്ട്സിന് ഞാൻ ഇപ്പൊ കയറിയ കമ്പനിയിൽ തന്നെ കയറിയിട്ടുണ്ട്. ഐ മീൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ ഈ പറഞ്ഞ ഇംഗ്ലീഷാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഒരു മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഇപ്പോഴും. അപ്പോ അതിൻ്റെതായിട്ടുള്ള ബാക്കി എല്ലാവരോടും ഇംഗ്ലീഷിൽ സംസാരിക്കണം, ക്ലയൻസിനോട് ഇംഗ്ലീഷിൽ സംസാരിക്കണം. അതൊരു വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. സോ അതിൽ നന്നായി വർക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പൊ Sure. പാർട്ട് വണ്ണിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്, പാർട്ട് 1 പഠിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്? I would say D. സെക്ഷൻ ഡി, കോസ്റ്റിംഗ് ആണ് ഇഷ്ടം. പാർട്ട് Costing ആണ് 2 എനിക്കിഷ്ടം. പാർട്ട് 2 A. പാർട്ട് 2A. ഓക്കെ. ഏറ്റവും ക്ലാസ് അറ്റൻഡ് ചെയ്തതിൽ ഇപ്പൊ ലോജിക്കലാണ് പഠിച്ചതെന്ന് പറഞ്ഞു, അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി ആയിട്ട് പറയാനായിട്ട്? ദുൽകിഫിൽ കോട്ട, DK സാർ എന്ന് വിളിക്കും ഞങ്ങള്. ഓക്കെ, DK സാർ. ഐ തിങ്ക് ഈസ് നൗ ഇൻ ലക്ഷ്യ. ലക്ഷ്യയില സാർ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് DK സാർ. എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് DK സാർ. ഇസ് ഓൾസോ മൈ ഫാക്കൽറ്റി. ഓ അറിയാം. ഓക്കെ, അപ്പം ശ്രീലക്ഷ്മിക്ക് ലാസ്റ്റ് CMA US എക്സാം എഴുതാനായിട്ട് പോകുന്നു. ഇപ്പൊ ജനുവരി ഫെബ്രുവരി വിൻഡോയിൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും? മെസ്സേജ് ഫ്രം മൈ സൈഡ്, ലൈക്ക് നമുക്ക് അറ്റ് ടൈംസ് നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം ഇല്ലാത്തൊരു കുറെ സമയം വരും. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് എന്നെ കൊണ്ട് പറ്റുമോ. എനിക്കുണ്ടായിരുന്ന മെയിൻ ഒരു ഇഷ്യൂ അതായിരുന്നു, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള തോന്നല്. സോ മിക്ക ആൾക്കാർക്കും അത് ഉണ്ടാവാറുണ്ട്. സോ ബിലീവ് യുവർ സെൽഫ്. മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ട് മാക്സിമം ചെയ്യാ. കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ട്രൈ അഗൈൻ. ഇത് ഒന്നിന്റെയും അവസാനമൊന്നും അല്ല, ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. അങ്ങനെ കണ്ടാൽ മതി. അതിപ്പോ ഇന്റർവ്യൂ ആണെങ്കിലും എക്സാം ക്രാക്ക് ചെയ്യാനാണെങ്കിലും just don't give up, keep trying, keep learning. Thank you, Sreelekshmi. It's just nice talking to you. Yeah, thank you so much for having me. ഇനിയും ഇന്ററാക്ഷൻ സെക്ഷൻസ് ഒക്കെ ഇനിയും വെക്കാം. Sure. Okay. Yeah. Thank you. Thank you.